ഹായ് കുട്ടികളെ, ഇന്ന് നമുക്ക് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന നമ്മുടെ പ്ലസ് ടുവിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഒരു മൈൻഡ് മാപ്പ് നോക്കാം. അതിലെ ഇമ്പോർട്ടൻറ്റ് ഫോമുലാസിനെ റിവൈസ് ചെയ്യും. ആദ്യമായി നമുക്ക് ചാർജ് എന്ന് പറയുന്നത് ഒരു ഇൻഹെറൻറ്റ് പ്രോപ്പർട്ടി ഓഫ് മാറ്ററാണ്. ചാർജ് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്ന് നമുക്കറിയാം. ഇനി ചാർജിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതിൽ ചാർജിൻ്റെ SI യൂണിറ്റ് കൊളുമ്പാണ്. ചാർജിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ഞാനവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, അത് AT ആണ്. ക്യാപിറ്റൽ A ക്യാപിറ്റൽ T. ചാർജ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ് നമ്മൾ പറഞ്ഞല്ലോ. ഇനി ചാർജ് കാണിക്കുന്ന പ്രോപ്പർട്ടീസ്. ചാർജ് 3 അടിസ്ഥാനമായ പ്രോപ്പർട്ടീസാണ് കാണിക്കുന്നത്. ചാർജ് എഡിറ്റീവ് ആണ്, കൺസർവേറ്റീവ് ആണ്, ക്വാണ്ടൈസ്ഡുമാണ്. എഡിറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ടോട്ടൽ ചാർജ് ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഇസ് സം ഓഫ് ഇൻഡിവിജ്വൽ ചാർജ് Q is equal to Q1 plus Q2 plus etc. കൺസർവേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ചാർജ് can neither be created nor be destroyed. Total charge of an isolated system is always a constant. Quantization property Q is equal to NE, where N എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ വാല്യൂസ് ആയിരിക്കണം, 1, 2, 3 എക്സെട്ര. E എന്ന് പറയുന്നത് ഇലക്ട്രോൺ ചാർജിൻ്റെ വില നമുക്കറിയാം, 1.6 × 10⁻⁻19 കൊളുമ്പാണ്. ഇനി കൊളുംബ്സ് ലോ എന്ന് പറയുന്നത് 2 ചാർജുകൾ തമ്മിൽ കാണിക്കുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ആണ്. If there is 2 charges Q1 and Q2 kept at a distance R, അങ്ങനെയാണ് അവർ തമ്മിലുള്ള ഫോഴ്സ് KQ1Q2/R² ആണ്. ഇതാണ് കൊളുംബ്സ് ലോ. അതിൽ K എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ്, ഇവിടെ K എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് 1/4πε0 ആയിരിക്കും. അതിൻ്റെ വില 9 × 10⁻⁹. Kയുടെ വില 9 × 10⁻⁹. അത് 1/4πε0 ആയിരിക്കും. അതിൽ എപ്സിലോൺ 0 എന്ന് പറയുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേര് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. അതിൻ്റെ വില 8.85 × 10⁻⁻12. എപ്സിലോൺ 0 പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പം ഇതാണ് നമ്മളുടെ 2 ചാർജുകൾ എയറിൽ വെക്കുകയാണെങ്കിലുള്ള കൊളുംബ്സ് ലോ. ഇനി 2 ചാർജുകളെ നമ്മളൊരു മീഡിയത്തിലേക്കാണ് വെച്ചതെങ്കിൽ ഫോഴ്സ് ഇൻ മീഡിയം ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ എയർ ഡിവൈഡഡ് ബൈ εr എന്ന് കിട്ടും. ഫോഴ്സ് ഇൻ മീഡിയം ഇസ് ഈക്വൽ ഫോഴ്സ് ഇൻ എയർ ഡിവൈഡഡ് ബൈ εr. അതിൽ εr എന്ന് പറയുന്നത് ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഓർത്ത് വെക്കേണ്ടത് ഫോഴ്സ് ഇൻ എയറിനേക്കാൾ കുറവാണ് ഫോഴ്സ് ഇൻ മീഡിയം എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻ എയർ ഡിവൈഡഡ് ബൈ εr ആണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നതിനെ കണ്ടുപിടിക്കാനുള്ള ജനറൽ ഫോർമുല E is equal to F/Q ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി is the electrostatic force of attraction or repulsion felt by a unit positive charge placed at a point. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ SI യൂണിറ്റ് ന്യൂട്ടൺ കൊളുംബ് (-1). ന്യൂട്ടൺ കൊളുംബ് (-1) അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ കൊളുംബ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഒരു SI യൂണിറ്റ്. വേറെ രീതിയിലും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ SI യൂണിറ്റിന് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അത് വോൾട്ട് മീറ്റർ (-1) അല്ലെങ്കിൽ വോൾട്ട് പെർ മീറ്റർ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ കൊളുംബാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ 2 SI യൂണിറ്റ്സ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതും നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ്. ഈ ഡ്യൂ ടു എ പോയിൻ്റ് ചാർജിൻ്റെ ഫോർമുല അത് E is equal to KQ/R² ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ് E is equal to KQ/R², where K is 1/4πε0. അതിൻ്റെ വില നമുക്കറിയാം 9 × 10⁻⁹ ആണ് അല്ലേ. അപ്പം 1/4πε0 Q/R² എന്ന് വേണമെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി പോയിൻ്റ് ചാർജിനെ പറയാം. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജസ്. ഒന്നിൽ കൂടുതൽ ചാർജുകളെ കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റീനെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഓരോ ചാർജിനെ കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റീനെയും സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ വെക്റ്റർ എഡീഷൻ നടത്തണം. അതായത് E is equal to E1 plus E2 plus etc. കിട്ടും.
അതായത് നമ്മൾ വെക്റ്റർ സം ഓഫ് ഓൾ ദ ഇൻഡിവിജ്വൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വിൽ ബി ഗിവിങ് യു ദ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജിൻ്റെ കേസിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് സംസാരിക്കാനുള്ളത് ഇലക്ട്രിക് ഡൈപോൾ. ഇറ്റ് ഈസ് എ പെയർ ഓഫ് ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് രണ്ട് ഈക്വലും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജ് ചെറിയൊരു ഡിസ്റ്റൻസിൽ വെക്കുന്ന ആ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ്. ഇലക്ട്രിക് ഡൈപോളിന് ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടാവും. ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് P = 2AQ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ചാർജിനെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഡൈപോൾ മൊമെൻറ്റ്. ഡൈപോൾ മൊമെൻറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അത് നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കായിരിക്കും ഡയറക്ഷൻ ഉണ്ടാവുക. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ ഡൈപോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മളതിൽ പഠിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ദ ആക്സിസ് ഓഫ് എ ഡൈപോൾ. ഡൈപോളിൻ്റെ ആക്സിസിൻ്റെ മേലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി K × 2P/x³ ആണ്. അതിൽ P എന്ന് പറയുന്നത് ഡൈപോൾ മൊമെൻറ്റ്, X എന്ന് പറയുന്നത് സെൻറ്ററിൽ നിന്ന് ആക്സിയൽ പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ദ ഇക്വിറ്റോറിയൽ ലൈൻ ഓഫ് എ ഡൈപോൾ ആണെങ്കിൽ അത് K × P/x³ ആണ്. അതിൽ K എന്ന് പറയുന്നത് 1/4πε0 P ഡൈപോൾ മൊമെൻറ്റ്. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ആക്സിലും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ഇക്വിറ്റോറിയൽ തമ്മിലുള്ള ബന്ധം ഈ ആക്സിൽ = 2 ടൈംസ് ഈ ഇക്വിറ്റോറിയലാണ്. ഡൈപോളിൻ്റെ ആ ആക്സിസിൻ്റെയും ഇക്വിറ്റോറിയലിൻ്റെയും ഡെറിവേഷനും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഇനി ടോർക്ക് ആക്ടിങ് ഓൺ ആൻ ഇലക്ട്രിക് ഡൈപോൾ വിച്ച് ഇസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഇലക്ട്രിക് ഡൈപോളിന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡൈപോളിന് ഒരു ടോർക്ക് ഉണ്ടാവും. ആ ടോർക്ക് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ ടോർക്ക് = P×E അല്ലെങ്കിൽ PE sin θയാണ്. P ഡൈപോൾ മൊമെൻറ്റും ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും തീറ്റ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും ഡൈപോൾ മൊമെൻറ്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ടോർക്ക് 90 ഡിഗ്രി ആകുമ്പോൾ മാക്സിമം ആവും, 0 ഡിഗ്രിയിലും 180 ഡിഗ്രിയിലും മിനിമം ആയിരിക്കും. 0 ഡിഗ്രി അതിനെ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം, 180 ഡിഗ്രിയിൽ ഡൈനാമിക് ഇക്വിലിബ്രിയം എന്നാണ് വിളിക്കുക. ഇനി വർക്ക് ഡൺ ഇൻ റൊട്ടേറ്റിംഗ് ആൻ ഇലക്ട്രിക് ഡൈപോൾ വെൻ ഇറ്റ് ഇസ് റൊട്ടേറ്റഡ് ഫ്രം θ1 to θ2. ഒരു θ1 ആംഗിളിൽ നിന്ന് θ2 ആംഗിളിലേക്ക് ഒരു ഇലക്ട്രിക് ഡൈപോളിന് റൊട്ടേറ്റ് ചെയ്യാനുള്ള വർക്ക് അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല -PE cos θ2 - cos θ1 ആണ്. അതിൽ θ2ഉം θ1ഉം ഫൈനൽ ആംഗിളും ഇനീഷ്യൽ ആംഗിളും. ഇതാണ് വർക്ക് ഡൺ ഇൻ റൊട്ടേറ്റിംഗ് ആൻ ഇലക്ട്രിക് ഡൈപോൾ ഫ്രം ആൻ ആംഗിൾ θ1 to θ2. പിന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഒരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണെങ്കിൽ ഇലക്ട്രിക് ഡൈപോളിന് ടോർക്ക് ഫോഴ്സും ഉണ്ടാവും. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ ആൻ ഏരിയ ആണ്. ഒരു ഏരിയക്കുള്ളിലൂടെ പെർപെൻഡിക്കുലറായിട്ട് പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണത്തിനെയാണ് ഇലക്ട്രിക് ഫ്ലക്സ്. Phi = ഇൻ്റഗ്രൽ ഓഫ് E.ds ആണ്. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇൻ്റഗ്രൽ ഓഫ് E.dsന് EdS cos θ. SI യൂണിറ്റ് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെത് ന്യൂട്ടൺ കൊളുംബ് (−1) m². ആയിരിക്കും. ന്യൂട്ടൺ കൊളുംബ് (−1) m² ആണ് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ SI യൂണിറ്റ്. അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതിനെ വോൾട്ട് മീറ്റർ എന്നുള്ള രീതിയിലും നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇത് രണ്ടും ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ SI യൂണിറ്റാണ്. ഇലക്ട്രിക് ഫ്ലക്സ് ഞാൻ പറഞ്ഞല്ലോ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. പിന്നെ ഇലക്ട്രിക് ഫ്ലക്സിന് ചാർജുമായിട്ടുള്ള ബന്ധമുണ്ട്. ഇലക്ട്രിക് ഫ്ലക്സിന് ചാർജുമായിട്ടുള്ള ബന്ധത്തിനെ നമ്മൾ ഗോസസ് തിയറം എന്ന് പറഞ്ഞ ഒരു തിയറം ഉപയോഗിച്ചിട്ടാണ് പറയുക. ഗോസ് തിയറം പറയുന്നത് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ എനി ക്ലോസ് സർഫസസ് Qn⁻⁴. ഒരു ക്ലോസ്ഡ് സർഫസിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ എണ്ണം Qn⁻⁴ ആയിരിക്കും. Qn⁻⁴ എന്ന് പറയുന്നത് ചാർജ് ഇൻസൈഡ് ദ ഗോസിയൻ സർഫസ്, ε0 പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇനി അപ്ലിക്കേഷൻ ഓഫ് ഗോസ് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതിൽ നിന്നുള്ള ഒരു ഡെറിവേഷൻ സ്ഥിരമായിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. അതിലുള്ള ഫസ്റ്റ് അപ്ലിക്കേഷൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ് ലൈൻ ചാർജ് ആണ്. ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ലീനിയർ ചാർജിൻ്റെ അടുത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഒരു Q ചാർജ് ഉള്ള ഒരു ഇൻഫിനിറ്റ് ലൈൻ ചാർജ് ആണെങ്കിൽ അതിൻ്റെ അടുത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിനെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല E = λ/2πε0r ആണ്. അതിൽ ലാംഡ എന്ന് പറയുന്നത് ലീനിയർ ചാർജ് ഡെൻസിറ്റിയും
ആർ എന്ന് പറയുന്നത് ആ കണ്ടക്ടറിൽ നിന്ന് പെർപെൻഡിക്കുലറായിട്ട് ഉള്ള ഡിസ്റ്റൻസും കണ്ടക്ടറിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ് ഷീറ്റ് ഓഫ് ചാർജ് ആണെങ്കിൽ ഒരു ഇൻഫിനിറ്റ് ഷീറ്റ് ഓഫ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി σ/2ε0 ആണ്. ഞാൻ അവിടെ എഴുതിയത് σ/ε0 ആണെങ്കിലും നിങ്ങൾ വായിക്കേണ്ടത് σ/2ε0 ആണ് കേട്ടോ. അതൊരു മിസ്റ്റേക്കാണ്, അതൊന്ന് കറക്റ്റ് ചെയ്യണേ. സിഗ്മ സർഫസ് ചാർജ് ഡെൻസിറ്റി ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ ചെയ്താൽ സർഫസ് ചാർജ് ഡെൻസിറ്റീനെ കിട്ടും. ഇനി അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ കണ്ടക്റ്റിംഗ് സ്പെറിക്കൽ ഷെൽ ഓർ കണ്ടക്റ്റിംഗ് സ്പിയർ. ഒരു കണ്ടക്റ്റിംഗ് സ്പിയർ ആണെങ്കിലും ഒരു കണ്ടക്റ്റിംഗ് സ്പെറിക്കൽ ഷെൽ ആണെങ്കിലും രണ്ടിനും നമുക്ക് ഒരേ ടൈപ്പ് ഫോർമുലാസാണ് യൂസ് ചെയ്യാൻ പറ്റുക. അതാണ് നമ്മൾ ഇനി അടുത്ത ബ്രാഞ്ചിൽ പറയാൻ പോകുന്നത്. ഔട്ട്സൈഡ് ദ ഷെല്ലാണെങ്കിൽ അത് KQ/r² ആയിരിക്കും. സ്മോൾ r എന്ന് പറയുന്നത് ആ ഔട്ട്സൈഡ് പോയിൻ്റിൽ നിന്ന് ഷെല്ലിൻ്റെ സെൻറ്ററിലേക്കുള്ള ദൂരം. ഇനി ഓൺ ദ സർഫസ് ഓഫ് ദ ഷെൽ ആണെങ്കിൽ അത് KQ/R² ആയിരിക്കും. അതിൽ ക്യാപിറ്റൽ R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ സ്പെറിക്കൽ ഷെല്ലാണ് ക്യാപിറ്റൽ R. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻസൈഡ് ദ സ്പെറിക്കൽ ഷെൽ അത് 0 ആയിരിക്കും. കാരണം Q ഇൻസൈഡ് ദ ഷെല്ല് 0 ആയിരിക്കും. ചാർജ് മുഴുവൻ സർഫസിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനുണ്ട്. ചാർജ് ഇൻസൈഡ് ദ സ്പെറിക്കൽ ഷെൽ 0 ആയതുകൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻസൈഡ് സ്പെറിക്കൽ ഷെല്ല് 0 ആവുന്നത്. ഈ 3 സിറ്റുവേഷൻസും ഒരു കണ്ടക്റ്റിംഗ് സ്പെറിക്കൽ ഷെല്ലിനും അല്ലെങ്കിൽ ഒരു കണ്ടക്റ്റിംഗ് സ്പിയറിനും യൂസ് ചെയ്യാം. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ നോൺ കണ്ടക്റ്റിംഗ് സ്പിയർ. ഒരു സോളിഡ് സ്പിയർ അത് നോൺ കണ്ടക്റ്റിംഗ് ആണ്. അതിൻ്റെ മേലെ എല്ലാ ഭാഗത്തും ചാർജ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് യൂണിഫോം ആയിട്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കേസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അതിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിൻ്റ് ഔട്ട്സൈഡ് നമ്മളുടെ കഴിഞ്ഞ ഫോർമുലയിലുള്ള അതേപോലെ തന്നെ KQ/r² ആയിരിക്കും. where small r is the distance from outside point to the center of the shell or center of the sphere. ഈ ഓൺ ദ സർഫസും പഴയ ഫോർമുലയുടെ മാതിരി തന്നെ ആയിരിക്കും KQ/R², അല്ലെങ്കിൽ അതിനെ 1/4πε0 വേണ്ട, അതിനെ KQ/R² എന്ന് എഴുതാം. വേർ K എന്താണ് 1/4πε0 ആണ്. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻസൈഡ് മാറ്റമുണ്ടാവും. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻസൈഡ് ആണെങ്കിൽ KQ/r ഡിവൈഡഡ് ബൈ R³ ആയിരിക്കും. വേർ സ്മോൾ r എന്ന് പറയുന്നത് ഇൻസൈഡ് പോയിന്റിൽ നിന്ന് സെൻറ്ററിലേക്കുള്ള ദൂരം, R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ സ്പിയർ. സ്മോൾ r ഇൻസൈഡ് പോയിന്റിൽ നിന്ന് സെൻറ്ററിലേക്കുള്ള ദൂരം, R റേഡിയസ് ഓഫ് ദ സ്പിയർ. മറന്നുപോണ്ട. അപ്പം ഈ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗത്തിനെ പറ്റി പറയാം. ചാർജ് ഡെൻസിറ്റി അത് 3 ടൈപ്പ് ഉണ്ട്. ലീനിയർ ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി ആൻഡ് വോളിയം ചാർജ് ഡെൻസിറ്റി. അതിലുള്ള ഒന്നാമത്തെ ആളെ നോക്കുകയാണെങ്കിൽ ലീനിയർ ചാർജ് ഡെൻസിറ്റി അതിനെ ലാംഡ എന്നുള്ള ലെറ്റർ ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യും. ലാംഡ എന്ന് പറയുന്നത് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ലാംഡ = Q/L ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ ടോട്ടൽ ലെങ്ത്. അതാണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി, ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ്, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഏരിയയുടെ മേലെ അക്യുമുലേറ്റ് ചെയ്ത ചാർജാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. അതിനെ സിഗ്മ എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അത് ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ ആയിരിക്കും. സിഗ്മ = Q/A, അല്ലെങ്കിൽ അതിനെ Q/S എന്ന് നമ്മൾ ചില സാഹചര്യങ്ങളിൽ ഡിനോട്ട് ചെയ്യാറുണ്ട്. ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ ചെയ്തിട്ടുണ്ടെങ്കിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ കിട്ടും. ഇനി മൂന്നാമത്തെ ചാർജ് ഡെൻസിറ്റി വോളിയം ചാർജ് ഡെൻസിറ്റിയാണ്. വോളിയം ചാർജ് ഡെൻസിറ്റിനെ നമ്മൾ റോ എന്നുള്ള ലെറ്റർ ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യും. വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ = Q/വോളിയം, അല്ലെങ്കിൽ ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ചെയ്താൽ നമുക്ക് വോളിയം ചാർജ് ഡെൻസിറ്റി കിട്ടും. വോളിയം ചാർജ് ഡെൻസിറ്റി റോ, സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ, ലീനിയർ ചാർജ് ഡെൻസിറ്റി